ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ വിഷൻ ബോർഡും 2025 അച്ചീവ്മെന്റ്സും മാത്രം. ഒരു അടുത്ത് കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയ്ക്ക് ഇത്രയും ട്രോമറ്റൈസിങ്ങും ഇതുപോലത്തെ ഒരു വർഷം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് 2025 ആണ്. ഞാനും ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു 2025 വേണ്ടിയിട്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു മിക്ക കാര്യങ്ങളും തന്നെ നടന്നിട്ടുണ്ട്. ആദ്യം തന്നെ എന്റെ വിഷൻ ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് 400K ആവണം എന്നുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒരു ഓൺ ക്ലോത്തിങ് ബ്രാൻഡ്, എൻ്റെ പേരിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ആഴ്ചയും കൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് 200+ ഓർഡേഴ്സ് നമ്മൾ ഷിപ്പ് ചെയ്തിട്ടുണ്ട്. അവരെ പോലെ ട്രാവലിംഗ് എൻ്റെ വിഷൻ ബോർഡിലുണ്ടായിരുന്നു. മാൽഡീവ്സ്, കസാക്കിസ്ഥാൻ, തായ്ലൻഡ്, അങ്ങനെ ഒരുപാട് ദുബായ്, കുറേ കൺട്രീസിൽ പോകാൻ പറ്റി. പ്രൈസ് ടാഗ് നോക്കാണ്ട് എന്ത് സാധനം വേണമെങ്കിലും വാങ്ങാൻ പറ്റി. ഞാൻ ആഗ്രഹിച്ച ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിലും, ഇപ്പം MK ആയിക്കോട്ടെ, കോച്ച് ആയിക്കോട്ടെ, ഗൂച്ചി ആയിക്കോട്ടെ, ആൽഡോ ആയിക്കോട്ടെ, എല്ലാ ബ്രാൻഡ്സിലും എനിക്ക് ബാഗുണ്ട്. പിന്നെ എൻ്റെ ഒരു ഗോളായിരുന്നു ഫിറ്റ്നസ്. ഷൂട്ടൊക്കെ കാരണം മടിയായി. ഞാൻ വിചാരിച്ചൊരു ഗോളിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. അത് എനിക്ക് 2026 അതെനിക്ക് അച്ചീവ് ചെയ്യണം. പിന്നെ എൻ്റെ നടക്കാണ്ട് പോയത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ഒരു 6 കൺട്രീസിൽ ഞാൻ ട്രാവൽ ചെയ്യണതിനേക്കാട്ടിലും കൂടുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉംറയ്ക്ക് പോകണമെന്ന്. പക്ഷേ അത് ഈ വർഷം നടന്നില്ല. അത് കുറച്ച് ഇഷ്യൂസ് കാരണം നടക്കാണ്ടിരുന്നതാണ്. പക്ഷെ ഇൻഷാ അല്ലാഹ് 2026 അത് നടക്കണം എന്ന് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പണ്ട് ഇങ്ങനെ ഒരുപാട് കോട്ടൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മളൊരു 20s, ഒരു 21, 22, ഒരു 25, 26 ആ ഒരു ഏജിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാരെ നമുക്ക് നഷ്ടമാവുന്നത്. കാരണം ഓരോ കാര്യങ്ങളും ഞാൻ ലിറ്ററലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വർഷമാണ്. നമ്മുടെ കൂടെ നടന്നിട്ട് നമ്മൾ ചതിക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ ഈ വർഷം കണ്ടു. കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതൊരിക്കലും നന്ദികേടായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ കൂടുതൽ എനിക്ക് 2025 എന്ന് പറഞ്ഞൊരു വർഷത്തിനെ പറ്റി എനിക്ക് ആലോചിക്കുമ്പോൾ ഒരുപാട് ട്രോമാസാണ് മനസ്സിലേക്ക് വരുന്നത്. 2026 നമുക്ക് നല്ലൊരു വർഷമാവട്ടെ.